ബാക്കി കഴിഞ്ഞ ക്ലാസ്സിന്റെ ബാക്കിയായിട്ട് വരുന്ന വ്യവഹാരവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബാക്കിയായിട്ട് പിന്നെ വരുന്ന വാട്സനെ കുറിച്ചും അതേപോലെ തന്നെ വാട്സൺ അല്ല, തൊണ്ടേക്കും സ്കിന്നറും ഇവരുടെ ആശയങ്ങളാണ് പ്രധാനമായിട്ട് എന്ത് ചെയ്യാനുള്ളത്, നമുക്ക് പറയാനുള്ളത്. ഓക്കെ ആണല്ലോ? പറയുന്ന വോയിസ് ക്ലിയർ ഉണ്ടെന്ന് വിചാരിക്കുന്നു. ആരാണ് വ്യവഹാരവാദ മനഃശാസ്ത്രത്തിന്റെ പിതാവ് ആര് എന്ന് ചോദിച്ചാൽ ആരായിരുന്നു വ്യവഹാരവാദ മനഃശാസ്ത്രത്തിന്റെ പിതാവ്? വാട്സൺ. ജെ.ബി. വാട്സൺ ആണ്. ഓക്കെ. കുട്ടികളിൽ അമിതമായിട്ട് തോന്നുന്ന ഭയം ഇല്ലാതാക്കാൻ പാവ്ലോവിന്റെ ഏതാശയം ഉപയോഗിക്കാം എന്ന് ചോദിച്ചാൽ ഏതാശയം ഉപയോഗിച്ചിട്ടാണ് കുട്ടികളിൽ തോന്നുന്ന ഭയം ഇല്ലാതാക്കാൻ സാധിക്കുന്നത്? വിലോപം. ഓക്കെ, വിലോപം ഉപയോഗിച്ചിട്ടാണ് കുട്ടികളിൽ തോന്നുന്ന അനാവശ്യ ഭയം ഭീതിയൊക്കെ ഇല്ലാതാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പൊ അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തിരുന്നു, ജെ.ബി. വാട്സനെ കുറിച്ചും അതേപോലെ തന്നെ പാവ്ലോവിനെ കുറിച്ചും പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ വരുന്ന മറ്റൊരു വ്യവഹാരവാദിയാണ് ആര്, തൊണ്ടേക്ക് എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ കടക്കാൻ പോകുന്നത് തൊണ്ടേക്കിന്റെ ആശയങ്ങളാണ്. ഓക്കെ, തൊണ്ടേക്കിന്റെ ആശയങ്ങൾ അറിയപ്പെടുന്നത് ശ്രമപരാജയ സിദ്ധാന്തത്തിന്റെ ട്രയൽ ആൻഡ് എറർ തിയറിയുടെ ഉപജ്ഞാതാവാണ് ആര്, തൊണ്ടേക്ക് എന്ന് പറയുന്നത്. നമ്മൾ പല കാര്യങ്ങളിൽ അല്ലെങ്കിൽ പല ആശയങ്ങളും പ്രശ്നപരിഹാരവുമായി ബന്ധപ്പെട്ടൊക്കെ എന്ത് വരുന്നുണ്ട്, ഈ ശ്രമപരാജയം എന്ന് പറയുന്ന ടേം വരുന്നു. ണല്ലോ വളരെ സിമ്പിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഏത്, ശ്രമപരാജയം എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരു പ്രശ്നം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യുന്നു, ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ശ്രമിക്കുന്നു. പറയുന്നത് മനസ്സിലാക്കുക. അല്ലെങ്കിൽ ഇതിലൊരു മെത്തേഡ് എന്ത് ചെയ്യുന്നു, ഉപയോഗപ്പെടുത്തുന്നു, അതിൽ പരാജയപ്പെടുന്നു. അപ്പൊ വീണ്ടും എന്ത് ചെയ്യും, അടുത്തൊരു രീതി എന്ത് ചെയ്യുന്നു, ഉപയോഗിക്കുന്നു. ഈ രീതിയിലുള്ള ഒരു മെത്തേഡാണ് എന്ത്, ശ്രമപരാജയം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് ഒന്നുമില്ല, നമ്മളൊരു പ്രശ്നം പരിഹരിക്കേണ്ട സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യുന്നു, ആദ്യം ഒരു മാർഗം, ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒരു മാർഗം സ്വീകരിക്കുന്നു. അതിൽ പരാജയപ്പെടുമ്പോൾ എന്ത് ചെയ്യുന്നു, മറ്റൊരു മാർഗം സ്വീകരിക്കുന്നു. അതിൽ വീണ്ടും പരാജയപ്പെടുമ്പോൾ മറ്റൊരു മാർഗം. ഇങ്ങനെ പരാജയങ്ങളിൽ നിന്നും അവസാനം എന്ത് ചെയ്യുന്നു, വിജയത്തിലേക്ക് എത്തിപ്പെടുന്ന ഒരു മെത്തേഡാണ് ഇത് ട്രയൽ ആൻഡ് എറർ എന്ന് പറയുന്നത്. അപ്പൊ ഇദ്ദേഹം തൊണ്ടേക്ക് പഠനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്നത് ഇത്തരത്തിൽ, അതായത് നമ്മൾ എന്ത് ചെയ്യണം, ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. പരാജയപ്പെടുമ്പോൾ വീണ്ടും മറ്റൊരു മാർഗം സ്വീകരിക്കുകയും വീണ്ടും വീണ്ടും എന്ത് ചെയ്യണം, പരാജയങ്ങളിൽ നിന്ന് മാറി അല്ലെങ്കിൽ പരാജയപ്പെടുമ്പോൾ എന്ത് ചെയ്യണം, ആ ഒരു മാർഗം മാറ്റി മറ്റൊരു രീതിയിലൂടെ പരിശ്രമിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, വിജയത്തിലേക്ക് എത്താൻ സാധിക്കും എന്ന രീതിയിലാണ് ആര് പറയുന്നത്, തൊണ്ടേക്ക് പറയുന്നത്. അതുകൊണ്ട് തന്നെ തൊണ്ടേക്കിന്റെ ആശയങ്ങൾ അറിയപ്പെടുന്നത് ട്രയൽ ആൻഡ് എറർ തിയറി എന്നുള്ളതാണ്. ചോദിക്കാറുണ്ട്, ഇപ്പൊ ശ്രമപരാജയ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരെന്ന് ചോദിച്ചാൽ ആരാണ്, തൊണ്ടേക്കാണ്. ഇതിനു മുമ്പ് പറഞ്ഞ വ്യവഹാരവാദത്തിന് ഉപജ്ഞാതാവ് ആരാണ്, അത് വാട്സൺ ആണ്. എന്നാൽ ക്ലാസിക്കൽ കണ്ടീഷനിങ് പൗരാണികാനുബന്ധനത്തിന്റെ ഉപജ്ഞാതാവ് ആര് എന്ന് ചോദിച്ചാൽ ആരാണ്, പാവ്ലോവ് ആണ്. ട്രയൽ ആൻഡ് എറർ തിയറി ശ്രമപരാജയ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആര് എന്ന് ചോദിച്ചാൽ അതാരാണ്, അത് മറ്റൊരാളായിട്ട് മാറുന്നു, അത് തൊണ്ടേക്കാണ്. ഓക്കെ ആണല്ലോ? അതേപോലെ തന്നെ തൊണ്ടേക്കിന്റെ ആശയങ്ങൾ അറിയപ്പെടുന്ന മറ്റു രണ്ട് പേരുകളാണ് ഏത്, ബന്ധസിദ്ധാന്തം. ഇതും ഓർത്തു വെക്കണം കേട്ടോ, ചോദിച്ചിട്ടുണ്ട്. ബന്ധസിദ്ധാന്തം, ബോണ്ട് തിയറി എന്നും അല്ലെങ്കിൽ സംബന്ധിത സിദ്ധാന്തം എന്ന് പറയുന്നതും. ഓക്കെ, തിയറി ഓഫ് കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്നതും ആരുടേത് തന്നെയാണ്, സംബന്ധിത സിദ്ധാന്തം, തിയറി ഓഫ് കൺസ്ട്രക്റ്റിവിസം. അതേപോലെ തന്നെ ബോണ്ട് തിയറി, ബന്ധസിദ്ധാന്തം. ഓക്കെ, ഇത് രണ്ട് പേരുകളും കൂടി ആരുടെ ആശയങ്ങൾ അറിയപ്പെടുന്നുണ്ട്, തൊണ്ടേക്കിന്റെ ആശയങ്ങൾ അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഏത് തന്നെയാണ്, ശ്രമപരാജയ സിദ്ധാന്തത്തിന്റെ ട്രയൽ ആൻഡ് എറർ തിയറിയുടെ ഉപജ്ഞാതാവ് ആരാണ്, തൊണ്ടേക്കാണ്. ഓക്കെ ആണല്ലോ? ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനി അതേപോലെ തന്നെ ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, പഠനത്തെ സംബന്ധിച്ചിട്ട് കുറച്ച് നിയമങ്ങള്, പഠനത്തെ സംബന്ധിച്ചുള്ള അനുബന്ധന നിയമങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, തൊണ്ടേക്ക് അവതരിപ്പിച്ചിട്ടുണ്ട്. സബോർഡിനേറ്റ് ലോസ് എന്ന് പറയും. അത്തരത്തിൽ അല്ലെങ്കിൽ കുറച്ച് നിയമങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്, തൊണ്ടേക്ക് അവതരിപ്പിക്കുന്നുണ്ട്. നമ്മൾ പല രീതിയിലുള്ള നിയമങ്ങൾ പഠിക്കാനുണ്ട്. സമഗ്രതാ നിയമം, അനുബന്ധന നിയമം, അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്ന നിയമങ്ങളുണ്ട്. അപ്പൊ അനുബന്ധന നിയമം ആരാണ് അവതരിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ, പഠനത്തെ സംബന്ധിച്ചിട്ടുള്ള അനുബന്ധന നിയമം ആര് എന്ന് ചോദിച്ചാൽ ആരാണ്, തൊണ്ടേക്കാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, ആ നിയമങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്.
ഓക്കെ. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത്? ശ്രമപരാജയ സിദ്ധാന്തത്തിന് ഉപജ്ഞാതാവ് തൊണ്ടൈക്കിന്റെ ആശയങ്ങൾ തന്നെയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? ബന്ധസിദ്ധാന്തം, സംബന്ധിത സിദ്ധാന്തം എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നത് ആരുടെ ആശയങ്ങളാണ്? തൊണ്ടൈക്കിന്റെ ആശയങ്ങളാണ്. ഓക്കെ. പഠനത്തെ സംബന്ധിച്ചുള്ള അനുബന്ധന നിയമങ്ങൾ അവതരിപ്പിച്ചത് ആര്? പഠനത്തെ സംബന്ധിച്ചുള്ള നിയമങ്ങൾ അവതരിപ്പിച്ചത് ആരാണ്? അതും തൊണ്ടൈക്ക് തന്നെയാണ്. ഓക്കെ ആണല്ലോ. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമാണ് ഏത്? അനിമൽ ഇന്റലിജൻസ്. അത്ര ഇമ്പോർട്ടന്റ് ഇല്ല കേട്ടോ. നമ്മൾ സർവീസിലുള്ള അധ്യാപകർക്കുള്ള പരീക്ഷയ്ക്കൊന്നും അത് ചോദിക്കില്ല. അനിമൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന കൃതി ആരുടേത് തന്നെയാണ്? അതും തൊണ്ടൈക്കിൻ്റെത് തന്നെയാണ്. ഓക്കെ. ഇനി ഇദ്ദേഹത്തിന്റെ പരീക്ഷണമാണ് ഏത്? പ്രശ്നപേടകത്തിലെ പൂച്ച. കാറ്റ് ഇൻ ദി പസിൽ ബോക്സ് എന്ന് പറയുന്ന പ്രശ്നപേടകത്തിലെ ഒരു പൂച്ച എന്ന് പറയുന്ന പരീക്ഷണം ആരുടേതാണ്? തൊണ്ടൈക്കിൻ്റെതാണ്. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ ആരുമായി ബന്ധപ്പെട്ട് പഠിച്ചിരിക്കണം? തൊണ്ടൈക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിച്ചിരിക്കണം. എന്തൊക്കെയാ പറഞ്ഞത്? തൊണ്ടൈക്കിൻ്റെതായ തിയറികൾ അറിയപ്പെടുന്ന പേരാണ് ശ്രമപരാജയ സിദ്ധാന്തം, ട്രയൽ ആൻഡ് എറർ തിയറി എന്ന് പറയുന്നത്, ബന്ധസിദ്ധാന്തം അല്ലെങ്കിൽ സംബന്ധിത സിദ്ധാന്തം എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ അനുബന്ധന നിയമങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. അനുബന്ധന നിയമങ്ങൾ, പഠനത്തെ സംബന്ധിച്ചിട്ടുള്ള അനുബന്ധന നിയമങ്ങൾ ആരാണ് അവതരിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ അതും ആര് തന്നെയാണ്? തൊണ്ടൈക്ക് തന്നെയാണ്. ഓക്കെ ആണല്ലോ. പിന്നെ ലാസ്റ്റ് ആയിട്ട് പറഞ്ഞ പോയിന്റ് എന്ന് പറയുന്നത് പ്രശ്നപേടകത്തിലെ പൂച്ച, കാറ്റ് ഇൻ ദി പസിൽ ബോക്സ്, പ്രശ്നപേടകത്തിലെ പൂച്ച എന്ന് പറയുന്നത് ആരുടെ കൃതിയാണ് എന്ന് ചോദിക്കാം. ആരുടെ പരീക്ഷണമാണ് എന്ന് ചോദിക്കാം. പ്രശ്നപേടകത്തിലെ പൂച്ച എന്ന് പറയുന്നത് ആരുടെ പരീക്ഷണമാണ്? അത് തൊണ്ടൈക്കിന്റെ ഒരു പരീക്ഷണമാണ് എന്നുള്ളത് എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കാം. ഓക്കെ ആണല്ലോ. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും സംശയമുണ്ടോ? നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വ്യവഹാരവാദം എന്ന് പറയുന്ന ഒരു തിയറിയാണ്. ആ വ്യവഹാരവാദത്തിൽ നമ്മൾ ഇപ്പോൾ പറഞ്ഞത് എന്താണ്? തൊണ്ടൈക്കിനെ കുറിച്ച് വ്യവഹാരവാദിയായിട്ടുള്ള ആശയങ്ങളുമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി അദ്ദേഹത്തിന്റെ അനുബന്ധന നിയമങ്ങൾ, പഠനത്തെ സംബന്ധിച്ച് അദ്ദേഹം അവതരിപ്പിക്കുന്ന അനുബന്ധന നിയമങ്ങൾ, ഈ അനുബന്ധന നിയമങ്ങൾ ഒരുപാട് നിയമങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് നിയമങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? അനുബന്ധന നിയമത്തിന്റെ ഭാഗമായിട്ട് പറയുന്നുണ്ട്. ആ അനുബന്ധന നിയമത്തിൽ വരുന്ന മൂന്ന് നിയമങ്ങള്. ഓക്കെ. അനുബന്ധന നിയമത്തിന്റെ ഒരു പ്രാഥമികമായിട്ട് പറയുന്ന അദ്ദേഹത്തിന് കുറച്ച് നിയമങ്ങളുണ്ട്. പ്രൈമറി ലോസ് എന്ന് പറയും. ഓക്കെ. പ്രാഥമിക പഠന നിയമങ്ങൾ, അതായത് ഈ അനുബന്ധന നിയമങ്ങൾ തന്നെ പ്രാഥമിക പഠന നിയമങ്ങൾ, ദ്വിതീയ, തൃതീയ പഠന നിയമങ്ങൾ ഇങ്ങനെ വേർതിരിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ ഏത് നിയമം മാത്രം പഠിച്ചാൽ മതി? പ്രാഥമികമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള അടിസ്ഥാനമായിട്ട് പഠനത്തെ സംബന്ധിച്ച് പഠനം നടക്കുന്നതുമായി ബന്ധപ്പെട്ട് ബേസിക് ആയിട്ട് ഉണ്ടായിരിക്കേണ്ട കുറച്ച് നിയമങ്ങളാണ്. അതാണ് ഇനി നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? നോക്കാനുള്ളത്. ഓക്കെ ആണല്ലോ. ഇപ്പൊ ചോദിക്കാറുണ്ട് അനുബന്ധന നിയമം ആരാണ് അവതരിപ്പിച്ചത് ചോദിച്ചാൽ ആരാണ്? തൊണ്ടൈക്കാണ് എന്ത് ചെയ്തിട്ടുള്ളത്? അവതരിപ്പിച്ചിട്ടുള്ളത്. ഒരു മിനിറ്റ്. ഓക്കെ, തുടരാം. അപ്പൊ ആ പ്രാഥമിക നിയമങ്ങൾ ഏതൊക്കെയാ നോക്കാം. പ്രാഥമിക നിയമങ്ങൾ എന്ന് പറയുന്നത് ഈ പേര് പഠിച്ചാൽ തന്നെ അപ്പൊ എന്താണ് നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വളരെ സിമ്പിൾ ആയിട്ട് കിട്ടും. ഒന്നാമത്തെ നിയമം സന്നദ്ധതാ നിയമം, രണ്ടാമത്തെ നിയമം ആവർത്തന നിയമം, മൂന്നാമത്തെ നിയമം ഫല നിയമം അല്ലെങ്കിൽ പരിണാമ നിയമം എന്ന് പറയും. ഓക്കെ. ഇങ്ങനെ മൂന്ന് നിയമങ്ങൾ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? അവതരിപ്പിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് പറഞ്ഞത്? ഒന്ന് സന്നദ്ധതാ നിയമം, രണ്ടാമത്തെ നിയമം ആവർത്തന നിയമം അല്ലെങ്കിൽ അഭ്യാസ നിയമം എന്ന് പറയും, മൂന്നാമതായിട്ട് അദ്ദേഹം പറഞ്ഞ നിയമമാണ് ഏത്? ഫല നിയമം അല്ലെങ്കിൽ പരിണാമ നിയമം എന്ന് പറയുന്നത്. ഇങ്ങനെ മൂന്ന് നിയമങ്ങള് ആരുടേതാണ്? തൊണ്ടൈക്ക് അവതരിപ്പിച്ചിട്ടുള്ള പ്രാഥമിക പഠന നിയമങ്ങളാണ്. ഓക്കെ. ഇനി ഓരോന്നും അതിന്റെ പേരിൽ തന്നെ ഉണ്ട്. ആ പേരിൽ നിന്നും തന്നെ എന്ത് ചെയ്യും? നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നാമത്തെ നിയമമാണ് ഏത്? സന്നദ്ധതാ നിയമം എന്ന് പറയുന്നത്. എന്താണ് സന്നദ്ധതാ നിയമം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്?
ഒരു പഠനം നടക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ പഠനം എന്നല്ല, ഏതൊരു പ്രവർത്തനമാണെങ്കിലും ആ പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് എന്ത് വേണം? ആ പ്രവർത്തനത്തിലേക്ക് ഒരു സന്നദ്ധത വേണം. നമ്മൾ ഒരു ക്ലാസ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ക്ലാസ് ആരംഭിക്കുമ്പോൾ നമുക്ക് എന്തുണ്ട്? ഒരു പ്രവേശക പ്രവർത്തനം എന്ന് പറഞ്ഞിട്ടാണ് ആരംഭിക്കുന്നത്. ആ ക്ലാസ്സിലേക്ക് കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ തയ്യാറാക്കുന്നുണ്ട്. അപ്പൊ ഏതൊരു പ്രവർത്തനം ആരംഭിക്കുമ്പോഴും ആ പ്രവർത്തനത്തിലേക്ക് ഏർപ്പെടുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? ആ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സന്നദ്ധത ഉണ്ടായിരിക്കണം. ഓക്കെ, ക്ലാസ്സിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പഠനം നടക്കുന്നതിന് മുമ്പായിട്ട് ആ പഠനം നടത്തുന്നതിന് വേണ്ടിയിട്ട് എന്ത് വേണം? ഒരു സന്നദ്ധത ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സന്നദ്ധതാ നിയമം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ക്ലാസ് റൂമിൽ നമ്മൾ നൽകുന്ന പ്രവേശക പ്രവർത്തനം എന്ന് പറയുന്നത് ഏത് നിയമത്തിന്റെ ഭാഗമായിട്ടാണ് ചോദിച്ചാൽ, ഏത് നിയമത്തിന്റെ ഭാഗമായിട്ടാണ്? സന്നദ്ധതാ നിയമമാണ് അവിടെ കാണാൻ കഴിയുന്നത്. ഓക്കെ, ചോദിക്കും. അതായത് ഒരു പ്രവർത്തനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ക്ലാസ് റൂമിലെ എന്നല്ല, ഏതൊരു പ്രവർത്തനമായിക്കോട്ടെ, പഠനമായിക്കോട്ടെ, അത് ആരംഭിക്കുമ്പോൾ എന്ത് വേണം? ഒരു സന്നദ്ധത ആ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? തയ്യാറായിരിക്കണം, റെഡി ആയിരിക്കണം എന്നുള്ളതാണ് എന്ത്? സന്നദ്ധതാ നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി രണ്ടാമത്തെ നിയമമാണ് ആവർത്തന നിയമം അല്ലെങ്കിൽ അഭ്യാസ നിയമം എന്ന് പറയുന്നത്. ആവർത്തന നിയമം അല്ലെങ്കിൽ അഭ്യാസ നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതൊരു പ്രവർത്തനം അല്ലെങ്കിൽ ഏതൊരു പഠനവും ആവർത്തിക്കും തോറും എന്ത് ചെയ്യും? ദൃഢമാകും. അത് ശക്തമായിട്ട് മനസ്സിൽ എന്ത് ചെയ്യും? ഉറച്ചു നിൽക്കും. ഓക്കെ ആണല്ലോ. ആവർത്തന നിയമം അല്ലെങ്കിൽ അഭ്യാസ നിയമം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പഠിച്ചൊരു കാര്യം അല്ലെങ്കിൽ നമ്മൾ നേടിയെടുത്തിട്ടുള്ള ഒരു സ്കില്ല് എന്തായിക്കോട്ടെ, അത് ആവർത്തിക്കും തോറും അതെന്ത് ചെയ്യും? ദൃഢമായിട്ട് അത് കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യും? ഉറക്കും. ഓക്കെ, അത് ആവർത്തന നിയമം അല്ലെങ്കിൽ അഭ്യാസ നിയമം എന്ന് പറയട്ടെ. അഭ്യസിക്കും തോറും അല്ലെങ്കിൽ ആവർത്തിക്കും തോറും എന്താണ്? പഠനം ദൃഢമാകും എന്നുള്ളതാണ് ഏത്? ആവർത്തന നിയമം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആവർത്തിക്കാതിരുന്നാലോ? ആവർത്തിക്കാതിരുന്നാൽ മറവിയിലേക്ക് നയിക്കും. നമ്മളൊരു കാര്യം പഠിച്ചു, ആ കാര്യം പഠിച്ചതിന് ശേഷം അതിലേക്ക് അതെന്ത് ചെയ്യുന്നില്ല? ആവർത്തിക്കപ്പെടുന്നില്ല. അങ്ങനെ ആവർത്തിക്കപ്പെടാത്തൊരു സാഹചര്യമാണെങ്കിൽ ആ പഠിച്ചൊരു കാര്യം എന്ത് ചെയ്യും? ഇല്ലാതായിട്ട് അതിൽ മറവിയിലേക്ക് എന്ത് ചെയ്യും? മറവിയിലേക്ക് നയിക്കപ്പെടും എന്നുള്ളതാണ് ഏത്? ആവർത്തന നിയമം അല്ലെങ്കിൽ അഭ്യാസ നിയമം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമതായിട്ട് അദ്ദേഹം പറഞ്ഞൊരു നിയമമാണ് ഫല നിയമം അല്ലെങ്കിൽ പരിണാമ നിയമം എന്ന് പറയുന്നത്. ലോ ഓഫ് എഫക്റ്റ് എന്ന് പറയും. ഓക്കെ, ഫല നിയമം അല്ലെങ്കിൽ പരിണാമ നിയമം എന്നോട് ഉദ്ദേശിക്കുന്നത് ഒരു പ്രവർത്തനത്തിന്റെ ഫലം ഒരു വിജയകരമായിട്ട് അല്ലെങ്കിൽ ഒരു സന്തോഷകരമായിട്ട് തീർന്നാൽ വീണ്ടും ആ ഒരു പ്രവൃത്തി ഏർപ്പെടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കപ്പെടും എന്നുള്ളതാണ് ഫല നിയമം. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഒരു മത്സരത്തിൽ കുട്ടി പങ്കെടുത്തു, ആ പങ്കെടുത്ത മത്സരത്തിൽ കുട്ടി വിജയിച്ചു. വീണ്ടും ഇത്തരത്തിൽ ഒരു മത്സരം വരുമ്പോൾ എന്ത് ചെയ്യും? കുട്ടിക്ക് ഒരു താല്പര്യമുണ്ടാവും, അല്ലെങ്കിൽ കുട്ടി എന്ത് ചെയ്യും? ആ വീണ്ടും അതിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട് ഒരു പ്രേരണ ഉണ്ടാകും. ഉണ്ടാവില്ല? ഇത്തരത്തിൽ ഒരു പ്രവർത്തനത്തിന്റെ ഫലം അതൊരു സന്തോഷകരമായിട്ട് അല്ലെങ്കിൽ ഒരു സംതൃപ്തകരമായിട്ടാണ് അവസാനിക്കുന്നതെങ്കിൽ വീണ്ടും പ്രവർത്തിക്കുവാൻ കുട്ടിയിൽ എന്തുണ്ടാവും? പ്രേരണ, ഒരു ഒരു പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം ഉണ്ടാകും. ഓക്കെ ആണല്ലോ. അതിനെയാണ് ഫല നിയമം അല്ലെങ്കിൽ പരിണാമ നിയമം എന്ന് പറയുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് പറയുന്ന ഒരു പോയിന്റാണ് അദ്ദേഹം പറഞ്ഞ ആര് തൊണ്ടേക്ക് ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ ഒരു വാചകമാണ് എന്ത്? വിജയത്തെക്കാൾ വിജയിക്കുന്ന മറ്റൊന്നില്ല. വിജയത്തെക്കാൾ വിജയിക്കുന്ന മറ്റൊന്നില്ല. ഇങ്ങനെ പറയാൻ കാരണം എന്താണ്? ഒരു വിജയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ഒരു പ്രവർത്തനത്തിലൂടെ ഒരു കുട്ടി വിജയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും കുട്ടികൾക്ക് പ്രവർത്തിക്കാൻ എന്തുണ്ടായിരിക്കും? ഒരു പ്രേരണ ഉണ്ടായിരിക്കും. ഒരു മിനിറ്റ്.
ഓക്കെ, തുടരാട്ടാ. അപ്പൊ ലാസ്റ്റ് ആയിട്ട് പറഞ്ഞ നിയമം ഏതാണ്? ഫല നിയമം അല്ലെങ്കിൽ പരിണാമ നിയമം. ഫല നിയമം അല്ലെങ്കിൽ പരിണാമ നിയമം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ആ പ്രവർത്തനത്തിലൂടെ നമുക്കൊരു സംതൃപ്തകരമായ ഒരു വിജയം, ഒരു സന്തോഷത്തിലാണ് എത്തുന്നതെങ്കിൽ വീണ്ടും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? പ്രേരിപ്പിക്കും എന്നുള്ളതാണ് ഏത്? ഫല നിയമം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഈ 3 നിയമങ്ങൾ ഏതൊക്കെയാണ്? സന്നദ്ധതാ നിയമം ചോദിക്കാറുണ്ട്. ഈ 3 നിയമങ്ങളും പഠിച്ചു വെക്കുക. പ്രാഥമിക, അതായത് അനുബന്ധന നിയമത്തിന്റെ ഭാഗമായിട്ട്, ഓക്കെ, അനുബന്ധന നിയമത്തിന്റെ ഭാഗമായിട്ട് തൊണ്ടേക്ക് അവതരിപ്പിച്ച പ്രാഥമിക നിയമങ്ങളാണ് ഏത്? സന്നദ്ധതാ നിയമം, ആവർത്തന നിയമം, ഫല നിയമം. ഇതിൽ പെടാത്തത് എന്നുള്ള രീതിയിൽ പിന്നെ 4ാമത്തതായിട്ട് മറ്റൊരു നിയമം കൂടി നമ്മൾ ഇനിയും ഒരുപാട് നിയമങ്ങൾ പഠിക്കും. അതിൽ നിന്നുള്ള ഒരു നിയമം കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് എന്ത് ചെയ്യും? 4 ഓപ്ഷൻ തന്നിട്ട് തൊണ്ടേക്കിന്റെ പഠന നിയമങ്ങളിൽ പെടാത്തത് ഏത് എന്ന രീതിയിലും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പൊ തൊണ്ടേക്കിന്റെ പഠന നിയമങ്ങളിൽ പെടുന്നതാണ് ഏതൊക്കെ? സന്നദ്ധതാ നിയമം, ആവർത്തന നിയമം, ഫല നിയമം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇത്രയും കാര്യങ്ങളാണ് ആരുമായി ബന്ധപ്പെട്ട് പഠിച്ചിരിക്കേണ്ടത്? തൊണ്ടേക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഒന്ന് ശ്രമപരാജയ സിദ്ധാന്തം, ട്രയൽ ആൻഡ് എറർ തിയറി എന്ന് പറയുന്ന ആ ഒരു തിയറിയുടെ ഉപജ്ഞാതാവാണ് ആര്? തൊണ്ടേക്ക് എന്ന് പറയുന്നത്. ഈ തൊണ്ടൈക്കിന്റെ ആശയങ്ങളാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? ബന്ധ സിദ്ധാന്തം, സംബന്ധിത സിദ്ധാന്തം എന്ന പേരിലൊക്കെ ആരുടെ ആശയങ്ങൾ അറിയപ്പെടുന്നുണ്ട്? തൊണ്ടൈക്കിന്റെ ആശയങ്ങൾ അറിയപ്പെടുന്നുണ്ട്. പഠനത്തെ സംബന്ധിക്കുന്ന അനുബന്ധന നിയമങ്ങൾ അവതരിപ്പിച്ചത് ആര് തന്നെയാണ്? തൊണ്ടൈക്ക് തന്നെയാണ്. പറയുന്നത് കേൾക്കുന്നില്ലേ? ഓക്കെ അല്ലേ? സൗണ്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടോ ഒന്ന് ബാക്ക് അടിച്ച് കയറിയാൽ മതി ട്ടാ. പിന്നെ പ്രശ്ന പേടകത്തിലെ പൂച്ച, കാറ്റ് ഇൻ ദി പസിൽ ബോക്സ് എന്ന് പറയുന്നത് ആരുടെ പരീക്ഷണമാണ്? തൊണ്ടൈക്കിന്റെ പരീക്ഷണമാണ്. എന്നാൽ ലിറ്റിൽ ആൽബർട്ട് എക്സ്പെരിമെന്റ് അത് ആരുടേതായിരുന്നു? ലിറ്റിൽ ആൽബർട്ട് എക്സ്പെരിമെന്റ് സ്വന്തം മകനായ ആൽബർട്ടിൽ പരീക്ഷണം നടത്തിയത് ആര് എന്ന് ചോദിച്ചാൽ ആരായിരുന്നു? വാട്സൺ. അത് JB വാട്സൺ ആയിരുന്നു. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി തൊണ്ടൈക്കിന്റെ പ്രാഥമിക പഠന നിയമങ്ങളാണ് ഏത്? സന്നദ്ധതാ നിയമം, ആവർത്തന നിയമം, ഫല നിയമം എന്നിവ. ഓക്കെ ആണല്ലോ. ഈ 3ഉം ഇതിന്റെ വിശദീകരണം. സന്നദ്ധതാ നിയമം എന്ന് പറഞ്ഞാൽ ഏതൊരു പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുമ്പും ഏതൊരു പ്രവർത്തനം ഏർപ്പെടുന്നതിന് മുമ്പും എന്ത് ചെയ്യണം? സന്നദ്ധതയായിരിക്കണം, അതിന് തയ്യാറെടുത്തിരിക്കണം എന്നുള്ളതാണ് ഏത്? സന്നദ്ധതാ നിയമം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2ാമത്തെ നിയമമാണ് ഏത്? ആവർത്തന നിയമം അല്ലെങ്കിൽ അഭ്യാസ നിയമം എന്ന് പറയുന്നത്. ഒരു പഠനം അല്ലെങ്കിൽ ഏതൊരു പ്രവർത്തനം, നമ്മൾ നേടിയ ഒരു കഴിവ് എന്തായിക്കോട്ടെ, അത് ആവർത്തിക്കും തോറും എന്ത് ചെയ്യും? അത് ദൃഢമാകും, ഉറക്കും. ഓക്കെ, അല്ല ആവർത്തിക്കുന്നില്ലെങ്കിൽ അതെന്ത് ചെയ്യും? ക്ഷയിച്ചു കൊണ്ടിരിക്കും, മറവിയിലേക്ക് നയിക്കും എന്നുള്ളതാണ് ഇത് ആവർത്തന നിയമം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 3ാമതായിട്ട് അദ്ദേഹം പറഞ്ഞ നിയമമാണ് ഫല നിയമം അല്ലെങ്കിൽ പരിണാമ നിയമം, ലോ ഓഫ് എഫക്റ്റ് എന്ന് പറയും. ഓക്കെ, ഇതിന് ഇംഗ്ലീഷ് ടൈം ഒന്ന് പഠിച്ചു വെച്ചോളൂ കേട്ടോ. കാരണം 2 പേരാകുമ്പോൾ എന്ത് ചെയ്യും? ചിലപ്പോൾ നമ്മൾ ആവർത്തന നിയമം എന്ന് പഠിച്ചു വെക്കും. ചിലപ്പോൾ ഓപ്ഷൻ എന്തായിരിക്കും? അഭ്യാസ നിയമം എന്നായിരിക്കും. ഓക്കെ, അപ്പൊ ലോ ഓഫ് എക്സസൈസ് എന്നുള്ളത് എന്ത് ചെയ്യാ? ഒന്ന് നോക്കി വെക്കുക. ലോ ഓഫ് എഫക്റ്റ് എന്താണ്? ലോ ഓഫ് എഫക്റ്റ് എന്നോട് ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ അതിൽ വിജയിച്ചാൽ, അതിൽ സംതൃപ്തകരമായിട്ടുള്ള രീതിയിലാണ് ആ പ്രവർത്തനത്തിൽ നമുക്ക് കിട്ടുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും ആ ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ നമുക്ക് എന്തുണ്ടാകും? ഒരു പ്രേരണ ഉണ്ടാകും എന്നുള്ളതാണ് ഇത് ഫല നിയമം അല്ലെങ്കിൽ പരിണാമ നിയമം എന്നുകൊണ്ട് എന്ത് ചെയ്യുന്നത്? ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ആരുമായി ബന്ധപ്പെട്ട് പഠിച്ചിരിക്കേണ്ടത്? തൊണ്ടേക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, അപ്പൊ 3 ആളുകളെ കുറിച്ച് പഠിച്ചു. ഒന്നാമതായിട്ട് നമ്മൾ പഠിച്ചത് വാട്സനെ കുറിച്ച് പഠിച്ചു, പിന്നെ പാവുലോ പഠിച്ചു, ഇപ്പോൾ ആരും കൂടി പഠിച്ചു? തൊണ്ടേക്കിനെ കുറിച്ച്. വ്യവഹാരവാദവുമായി ബന്ധപ്പെട്ട് തൊണ്ടേക്ക് അവതരിപ്പിക്കുന്ന ആശയങ്ങളും മനസ്സിലാക്കി. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ. ഇനി അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് ഒരാളെ കുറിച്ചും കൂടി എന്ത് ചെയ്യണം? വ്യവഹാരവാദത്തിൽപ്പെട്ട മറ്റൊരാളാണ് ആര്? BF സ്കിന്നർ എന്ന് പറയുന്നത്. സ്കിന്നർ. ഓക്കെ, സ്കിന്നറിന്റെ പ്രത്യേകത. ഓക്കെ, ഇനി സ്കിന്നറിലേക്ക് കടക്കുകയാണ്.
പ്രവർത്തനാനുബന്ധന സിദ്ധാന്തത്തിന്റെ, കൃത്യമായിട്ട് ഓർത്തു വെക്കുക, പ്രവർത്തനാനുബന്ധന സിദ്ധാന്തം, തിയറി ഓഫ് ഓപ്പറന്റ് കണ്ടീഷനിങ് എന്ന് പറയും. ഓപ്പറന്റ് കണ്ടീഷനിങ് അല്ലെങ്കിൽ പ്രവർത്തനാനുബന്ധന സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവാണ് ആര്? BF സ്കിന്നർ എന്ന് പറയുന്നത്. അപ്പൊ ഓരോ വ്യക്തികൾ പഠിക്കുമ്പോഴും അവരൊക്കെ ഓരോ തിയറിയുടെ ഉപജ്ഞാതാക്കളായിട്ടാണ് പറയുന്നത്. ഫസ്റ്റ് പഠിച്ച വാട്സൺ വ്യവഹാരവാദത്തിന്റെ ഉപജ്ഞാതാവായിരുന്നു. രണ്ടാമതായിട്ട് പറഞ്ഞ പാവ്ലോവ് ക്ലാസിക്കൽ കണ്ടീഷനിങ്, പൗരാണികാനുബന്ധനത്തിന്റെ ഉപജ്ഞാതാവായിരുന്നു ആര്? പാവ്ലോവ് എന്ന് പറയുന്നത്. തൊട്ടു മുമ്പ് പഠിച്ച തൊണ്ടേക്ക് എന്തായിരുന്നു? ശ്രമപരാജയ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവായിരുന്നു. എന്നാൽ BF സ്കിന്നർ ഏത് തിയറിയുടെ ഉപജ്ഞാതാവാണ്? പ്രവർത്തനാനുബന്ധന സിദ്ധാന്തത്തിന്റെ, തിയറി ഓഫ് ഓപ്പറന്റ് കണ്ടീഷനിങ്ങിന്റെ ഉപജ്ഞാതാവാണ് ആര്? BF സ്കിന്നർ എന്ന് പറയുന്നത്. പ്രവർത്തനാനുബന്ധനം അല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെ കാണാം? പ്രക്രിയാനുബന്ധനം, അങ്ങനെയും പറയാറുണ്ട്. പ്രക്രിയാനുബന്ധനം അല്ലെങ്കിൽ പ്രവർത്തനാനുബന്ധന സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവാണ് ആര്? സ്കിന്നർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇദ്ദേഹത്തിന്റെ പ്രത്യേകത, ബാക്കിയുള്ള വ്യവഹാരവാദികളൊക്കെ അല്ലെങ്കിൽ പാവ്ലോവൊക്കെ ചെയ്തിരുന്നത്, ഒരു ചോദകം കൊടുക്കുമ്പോൾ, ഓക്കെ, ഒരു ചോദകം, ആ ചോദകത്തിനോട് എന്തുണ്ടാക്കുന്നു? ഒരു പ്രതികരണം അല്ലെങ്കിൽ റെസ്പോൺസ് ഉണ്ടാക്കുന്നു. ഈ രീതിയിലായിരുന്നു. അപ്പൊ ആദ്യം ബെല്ലടിക്കുന്നു, ബെല്ലടിച്ചാൽ എന്തുണ്ടാകുന്നു? ബെല്ലടിക്കുമ്പോൾ നാലിന് ഉമിനീർ സ്രവം ഉണ്ടാകുന്നു, അതായത് റെസ്പോൺസ് ഉണ്ടാകുന്നു. അപ്പൊ ഫസ്റ്റ് വരുന്നത് ആരായിരുന്നു? ആദ്യം ബെല്ല് അല്ല, നാല് ഉമിനീർ സ്രവം ഉണ്ടാക്കിയതിന് ശേഷം ബെല്ലടിക്കുക എന്നല്ല. ആദ്യം ഏതാണ്? ചോദകമാണ്, സ്റ്റിമുലസ് ആണ് വന്നിരുന്നത്. ഓക്കെ, സ്റ്റിമുലസ് വരുന്നു, അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു? റെസ്പോൺസ് ഉണ്ടാകുന്നു. സ്റ്റിമുലസ്, റെസ്പോൺസ്, ഈ രീതിയിലായിരുന്നു ബാക്കിയുള്ളവരൊക്കെ. എന്നാൽ സ്കിന്നറിന്റെ പ്രത്യേകത ആദ്യം ഏതായിരുന്നു? റെസ്പോൺസ് ആയിരുന്നു. ഓക്കെ, ശ്രദ്ധിക്കുക, RS ബന്ധം എന്നാണ് പറയാം. ആദ്യം ഫസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം? ഒരു പ്രതികരണം ഉണ്ടാകുമ്പോൾ, നല്ല രീതിയിലുള്ള ഒരു പ്രതികരണം വരുമ്പോൾ അതിനെന്ത് കൊടുക്കുന്നു? ഒരു സ്റ്റിമുലസ് കൊടുക്കുന്നു. ഓക്കെ ആണല്ലോ. പ്രതികരണം ഫസ്റ്റ്, റെസ്പോൺസ് ഫസ്റ്റ് എന്നുള്ള രീതിയിലായിരുന്നു ആര്? സ്കിന്നർ അവതരിപ്പിച്ചത്. ആദ്യം പ്രതികരണം, അപ്പൊ RS ബന്ധം എന്നാണ് പറയാ. ഓക്കെ, പ്രതികരണം ഉണ്ടാകുന്നു, ആ പ്രതികരണം ഉണ്ടാകുമ്പോൾ എന്ത് കൊടുക്കുന്നു? ഒരു സ്റ്റിമുലസ് എന്ത് ചെയ്യുന്നു? നൽകുന്നു. ഇത്തരത്തിലുള്ള ഒരു ബന്ധമാണ് ആരവതരിപ്പിച്ചത്? സ്കിന്നർ അവതരിപ്പിച്ചത്. ഓക്കെ, അപ്പൊ പ്രവർത്തനാനുബന്ധനം, അതുകൊണ്ടാണ് പ്രവർത്തനാനുബന്ധനം, പ്രവർത്തനം, പ്രതികരണമാണ് ആദ്യം എന്ത് ചെയ്യുന്നത്? അവതരിപ്പിച്ചത്. ഓക്കെ, അങ്ങനെ പ്രവർത്തനാനുബന്ധന സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവാണ് ആര്? സ്കിന്നർ എന്ന് പറയുന്നത്. പ്രതികരണം, ചോദകം, RS ബന്ധം, ആദ്യം റെസ്പോൺസ്, ആ റെസ്പോൺസ് ഉണ്ടായതിനു ശേഷം എന്ത് കൊടുക്കുന്നു? സ്റ്റിമുലസ് അവതരിപ്പിക്കുന്നു. ഓക്കെ ആണല്ലോ. പിന്നെ പ്രബലന സിദ്ധാന്തം, ഇത് നമുക്ക് പറയാനായിട്ട് കേട്ടോ, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വരുന്നുണ്ട്. പ്രബലന സിദ്ധാന്തം, റീഇൻഫോഴ്സ്മെന്റ് തിയറി, ഇപ്പോൾ നിങ്ങൾ എന്ത് പഠിച്ചാലും മതി. പ്രബലന സിദ്ധാന്തം എന്ന് പറയുന്ന റീഇൻഫോഴ്സ്മെന്റ് തിയറി ആരുടേത് തന്നെയാണ്? സ്കിന്നറുടേതാണ് എന്നുള്ളത് പഠിച്ചാൽ മതി. എന്താണ് എന്നുള്ളത് നമുക്ക് ഇതിന്റെ പിന്നാലെ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ പ്രബലന സിദ്ധാന്തം അല്ലെങ്കിൽ റീഇൻഫോഴ്സ്മെന്റ് തിയറി എന്ന് പറയുന്നത്, ഇവിടെ ഒരു N ഉണ്ട് കേട്ടോ. ഓക്കെ, റീഇൻഫോഴ്സ്മെന്റ് തിയറി അവതരിപ്പിച്ചത് ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? അതും സ്കിന്നർ ആണ്. ഓക്കെ ആണല്ലോ. ഇനി സ്കിന്നർ, ഇത് കഴിഞ്ഞ കേട്ടറ്റ് പരീക്ഷയ്ക്ക് തന്നെ ഇപ്പൊ ലാസ്റ്റ് കഴിഞ്ഞതിൽ വന്നൊരു ചോദ്യമാണോ സംശയമുണ്ട്. ഭാഷയെ വാചിക ചേഷ്ട, അതായത് ഭാഷയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, വായ ഉപയോഗിച്ചിട്ടുള്ള ചേഷ്ടയാണ് ഇത് ഭാഷ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഭാഷയെ വാചിക ചേഷ്ട എന്ന് വിശേഷിപ്പിച്ചത് ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? അതും സ്കിന്നർ ആണ്. ഓക്കെ ആണല്ലോ. പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. വാചിക ചേഷ്ട എന്ന് വിശേഷണം നൽകിയത് ആരാണ്? BF സ്കിന്നർ ആണ്. ഓക്കെ ആണല്ലോ. പിന്നെ പഠനത്തിന് അല്ലെങ്കിൽ നമ്മൾ കുട്ടികളിലേക്ക് ആശയം എത്തിക്കുന്നത്, നമ്മൾ പല രീതിയിലുള്ള ബോധന രീതികൾ വരുന്നുണ്ട്, നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, വ്യത്യസ്തമായ ബോധന രീതിയിൽ, പ്രസംഗ രീതി ഉണ്ട്, പ്രസംഗം അല്ലെങ്കിൽ പ്രഭാഷണ രീതി, ലെക്ചർ മെത്തേഡ് എന്ന് പറയുന്ന രീതിയുണ്ട്, കളി രീതി ഉണ്ട്, ഇല്ലേ? നമ്മൾ പല ആശയങ്ങളും കുട്ടികളിലേക്ക് കളികളിലൂടെ എത്തിക്കാറുണ്ട്, ചർച്ചകളുണ്ട്, സംവാദാത്മക പഠന രീതികളുണ്ട്. അത്തരത്തിൽ പഠനത്തിന് വേണ്ടിയിട്ട്, ഓക്കെ, കുട്ടികളിലേക്ക് ആശയം എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് സ്കിന്നർ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു രീതിയാണ് ഇത് ക്രമീകൃത പഠനം അല്ലെങ്കിൽ പ്രോഗ്രാംഡ് ലേണിംഗ് എന്ന് പറയട്ടാ. ഓക്കെ, പ്രോഗ്രാംഡ് ലേണിംഗ് അല്ലെങ്കിൽ ക്രമീകൃത പഠനം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമുക്ക് പഠിക്കാനുണ്ട്. ഇത് രണ്ടും നമുക്ക് വിശദമായിട്ട് പഠിക്കാനുണ്ട്. ക്രമീകൃത പഠനം അല്ലെങ്കിൽ പ്രോഗ്രാംഡ് ലേണിംഗ് എന്ന് പറയുന്ന ഒരു ബോധന രീതി, അതായത് പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ
പല രീതിയിൽ കുട്ടികളിലേക്ക് ആശയങ്ങൾ എത്തിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് സ്കിന്നർ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു രീതിയാണ് ഇത് ക്രമീകൃത പഠനം അല്ലെങ്കിൽ പ്രോഗ്രാംഡ് ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ആരുമായി ബന്ധപ്പെട്ടതാണ്? BF സ്കിന്നറുമായി ബന്ധപ്പെട്ടതാണ്. എന്തൊക്കെയാണ്? പ്രവർത്തനാനുബന്ധന സിദ്ധാന്തത്തിന്റെ തിയറി ഓഫ് ഓപ്പറന്റ് കണ്ടീഷനിങ്ങിന്റെ ഉപജ്ഞാതാവാണ് ആര്? സ്കിന്നർ എന്ന് പറയുന്നത്. പ്രതികരണം ചോദകം, അതായത് ആദ്യം പ്രതികരണം കുട്ടികളുടെ ഭാഗത്തു നിന്നും ഒരു റെസ്പോൺസ് ഉണ്ടാകുമ്പോൾ അതിനെന്ത് കൊടുക്കുന്നു? ഒരു സ്റ്റിമുലസ്, നല്ലൊരു ചോദകം കൊടുക്കുന്നു, ഒരു കയ്യടി കൊടുക്കുന്നത്. അതെന്താണ്? ഒരു RS ബന്ധമാണ്. ഇപ്പൊ കുട്ടികൾ ക്ലാസ് റൂം നന്നായിട്ട് വൃത്തിയാക്കി, അപ്പൊ ആ ഒരു അടിച്ചു വാരി ആ വൃത്തിയാക്കിയ കുട്ടികളെ മുന്നിൽ കൊണ്ടുവന്നുകൊണ്ട് നമ്മൾ പറയുന്നു നല്ലൊരു കയ്യടി, എല്ലാവരും നല്ലൊരു കയ്യടി കൊടുക്കും. അപ്പൊ ആദ്യം എന്താ ഉണ്ടായത്? കയ്യടി എന്ന് പറയുന്നത് വീണ്ടും ആ പ്രവർത്തനം ചെയ്യാൻ വേണ്ടിയിട്ട് നൽകുന്ന ഒരു സ്റ്റിമുലസ് ആണ്. പക്ഷെ ആദ്യം ഉണ്ടായത് ഏതാണ്? സ്റ്റിമുലസ് കൊടുത്തപ്പോഴാണ് അവര് പ്രവർത്തിച്ചത്? അല്ല, അവര് പ്രവർത്തിച്ചതിന് ശേഷം, അതായത് നന്നായിട്ട് ക്ലാസ് വൃത്തിയാക്കി, അതാണ് റെസ്പോൺസ്. അപ്പൊ ആദ്യം ഒരു റെസ്പോൺസ് ഉണ്ടായതിനു ശേഷമാണ് എന്ത് കൊടുത്തത്? ഒരു സ്റ്റിമുലസ്, ചോദകം എന്ത് ചെയ്യുന്നത്? കൊടുക്കുന്നത്. അപ്പൊ RS ബന്ധമാണ് ആര് അവതരിപ്പിച്ചത്? BF സ്കിന്നർ അവതരിപ്പിച്ചത്. ഓക്കെ ആണല്ലോ. പിന്നെ പ്രബലന സിദ്ധാന്തത്തിന്റെ റീഇൻഫോഴ്സ്മെന്റ് തിയറിയുടെ ഉപജ്ഞാതാവ് അവതരിപ്പിച്ചതും ആര് തന്നെയാണ്? BF സ്കിന്നർ ആണ്. ഭാഷയെ വാചിക ചേഷ്ട എന്ന് വിശേഷിപ്പിച്ചത് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? അതും സ്കിന്നർ തന്നെയാണ്. ഭാഷയെ വാചിക ചേഷ്ട എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സ്കിന്നറാണ്. ക്രമീകൃത പഠനം, പ്രോഗ്രാംഡ് ലേണിംഗ് എന്ന് പറയുന്ന ബോധന രീതി, കുട്ടികളിലേക്ക് ആശയം എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ക്രമീകൃത പഠനം എന്ന് പറയുന്ന ബോധന രീതി അവതരിപ്പിച്ചതും ആര് തന്നെയാണ്? സ്കിന്നർ തന്നെയാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയുമാണ് ആരുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്നത്? സ്കിന്നറുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്നത്. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ഓക്കെ? ഇതെല്ലാം ഇമ്പോർട്ടന്റ് പോയിന്റ് ആട്ടോ. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി എന്താണ് ഈ പ്രബലനം എന്ന് പറഞ്ഞാൽ? അതൊന്ന് നോക്കണം കേട്ടാ. ഈ പ്രബലനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശ്രദ്ധിക്കാം. അതായത് കുട്ടികൾ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ, നന്നായിട്ട് മനസ്സിലാക്കി, ഇവിടെ നമ്മൾ കൺഫ്യൂഷൻ ആക്കുന്ന, കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യങ്ങളാണ് പറയാനുള്ളത്. പ്രബലനം അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു പ്രബലന സിദ്ധാന്തം അവതരിപ്പിച്ചത് അല്ലെങ്കിൽ റീഇൻഫോഴ്സ്മെന്റ് തിയറി അവതരിപ്പിച്ചത് ആരാണ്? സ്കിന്നറാണ്. അദ്ദേഹം ഉദ്ദേശിക്കുന്ന പ്രബലനം എന്ന് പറയുന്നത് നമ്മൾ ഈ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ കൊടുക്കുന്ന ഒരു മോട്ടിവേഷൻ, ഒരു ചോദകം ഉണ്ടല്ലോ, അതിനെയാണ് പ്രബലനം എന്ന് പറയുന്നത്, റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ക്ലാസ് നന്നായിട്ട് വൃത്തിയാക്കിയപ്പോൾ കുട്ടികൾക്ക് കയ്യടി കൊടുത്തു. പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങിയ കുട്ടികൾക്ക് എന്തെങ്കിലും ചെറിയ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു പ്രോത്സാഹനം എന്നുള്ള രീതിയിൽ ഇതിനൊക്കെ കൊടുക്കാറുണ്ട്. നമ്മൾ ആൻസർ ഷീറ്റ് ഒക്കെ കൊടുക്കുമ്പോൾ നല്ല എല്ലാ മാർക്കും കിട്ടിയ കുട്ടികൾക്ക് എന്ത് ചെയ്യും? അതിലൊരു മിഠായിയൊക്കെ പിന്നടിച്ചിട്ട് കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ പേന, പെൻസിൽ എന്തെങ്കിലുമൊക്കെ കൊടുക്കാറുണ്ട്. അപ്പൊ ആ ഒരു പ്രവർത്തനത്തിനെയാണ് എന്ത് പറയുന്നത്? പ്രബലനം അല്ലെങ്കിൽ റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രബലനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ മികച്ചതായിട്ടുള്ള, ഓക്കെ, അഭിലഷണീയമായ എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് മികച്ചതായിട്ടുള്ള ഒരു പ്രതികരണം അല്ലെങ്കിൽ പ്രവർത്തനം കുട്ടികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് നൽകുന്ന ഒരു ചോദകം കൊടുക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? പ്രബലനം അല്ലെങ്കിൽ റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കിയാൽ, അല്ലെങ്കിൽ വളരെ സിമ്പിൾ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ, നല്ല പ്രവർത്തികൾ ചെയ്യും, നമ്മൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കുമല്ലോ, അതിനെയാണ് യഥാർത്ഥത്തിൽ എന്ത് പറയുന്നത്? പ്രബലനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണോ? പ്രബലനം അല്ലെങ്കിൽ റീഇൻഫോഴ്സ്മെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിലായോ? അതായത് ഇതിനെ ഒരു ഡെഫിനിഷൻ ആയിട്ട് പറയുന്നത് മികച്ചപ്പെട്ട, എങ്ങനെ മനസ്സിലാക്കിയാൽ മതി? നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന പ്രതികരണങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു ചോദകം നൽകുന്നതിന്, അപ്പൊ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട്, ആ പ്രതികരണത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ നൽകുന്ന ആ ഒരു ചോദകം, സ്റ്റിമുലസ് നൽകുന്നതിനെയാണ് എന്ത് പറയുന്നത്? പ്രബലനം അല്ലെങ്കിൽ റീഇൻഫോഴ്സ്മെന്റ് എന്നുകൊണ്ട് എന്ത് ചെയ്യുന്നത്? ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി ഈ പ്രബലനം എന്ന് പറയുന്നത് രണ്ട് രീതിയിലുണ്ട്. ഇനി പറയുന്നത് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം, കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ്. പ്രബലനം എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ വരുന്നുണ്ട്. ഓക്കെ ആണല്ലോ. ധനപ്രബലനം അല്ലെങ്കിൽ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. ഓക്കെ, ധനപ്രബലനം അല്ലെങ്കിൽ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നു. അല്ലാന്നുണ്ടെങ്കിൽ മറ്റൊന്ന് ഋണപ്രബലനം, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. പ്രബലനത്തെ രണ്ടായിട്ട് തരംതിരിക്കാം. പ്രബലനം രണ്ടായിട്ട് തരംതിരിക്കുന്നത് എങ്ങനെയാണ്? ഒന്ന് ധനപ്രബലനം, പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. മറ്റൊന്ന്
ഋണപ്രബലനം അല്ലെങ്കിൽ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. ഓക്കെ ആണല്ലോ. ഇനി കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റും അതേപോലെ തന്നെ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് രണ്ടും, ധനപ്രബലനവും അതേപോലെ തന്നെ ഋണപ്രബലനും രണ്ടും നൽകുന്നത്, രണ്ടും കുട്ടികളിലേക്ക് എത്തിക്കുന്നത്, അല്ലെങ്കിൽ ധനപ്രബലനമായിക്കോട്ടെ ഋണപ്രബലനമായിക്കോട്ടെ, രണ്ടും നല്ല പ്രവൃത്തികൾക്കാണ്. ഓക്കെ, മോശമായ ഒരു കാര്യത്തിന് കൊടുക്കുന്നത് ഒരിക്കലും ധനപ്രബലനുമാവില്ല ഋണപ്രബലനുമാവില്ല. അതായത് ഇപ്പൊ നേരം വൈകി വരുന്ന ഒരു കുട്ടി നല്ല കാര്യമാണോ? കുട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായ മികച്ച പ്രതികരണമാണോ നേരം വൈകി വരിക എന്ന് പറയുന്നത്? അല്ല. അപ്പൊ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ നമുക്ക് ഉദാഹരണങ്ങളിലൂടെ ചോദിക്കാറുണ്ട്. താഴെ പറയുന്നതിൽ ഋണപ്രബലനത്തിന് ഉദാഹരണം ഏത്, അല്ലെങ്കിൽ ധനപ്രബലനത്തിന് ഉദാഹരണം ഏത്? ഇങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് നോക്കേണ്ടത് മികച്ചതായിട്ടുള്ള നല്ലതായിട്ടുള്ള ഒരു പ്രതികരണമാണോ അല്ലെങ്കിൽ റെസ്പോൺസ് ആണോ എന്നുള്ളത് നോക്കുക. നല്ല രീതിയിൽ കുട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന മികച്ചതായിട്ടുള്ള ഒരു പ്രതികരണമാവണം ഏത്, ധനപ്രബലനോ അതേപോലെ തന്നെ ഏതോ ഋണപ്രബലനോ. ഓക്കെ, മികച്ച ക്ലാസ് നന്നായിട്ട് അടിച്ചു വാരി, പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങി, അതേപോലെ തന്നെ കൃത്യമായിട്ട് പഠിച്ചു വന്നു, ഹോംവർക്ക് ചെയ്തു വന്നു. ഓക്കെ, ഇത്തരത്തിലുള്ള നല്ല കാര്യങ്ങൾക്കാണ് എന്ത് കൊടുക്കുന്നത്, ധനപ്രബലനവും അതേപോലെ തന്നെ ഋണപ്രബലനം, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റും. അപ്പൊ നെഗറ്റീവ് കാണുമ്പോൾ ഒരിക്കലും എന്ത് ചിന്തിക്കരുത്, നല്ലതല്ലാത്ത കാര്യങ്ങൾക്ക് കൊടുക്കുന്നതാണ് എന്ന് എന്ത് ചെയ്യരുത്, ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്, ചിന്തിക്കരുത്. ഓക്കെ ആണോ? ഓക്കെ, ഇനി എന്താ മാറ്റം? ധനപ്രബലനവും ഋണപ്രബലനവും തമ്മിലുള്ള മാറ്റം എന്ന് പറയുന്നത്, ധനപ്രബലനം എന്ന് പറയുന്നത് മികച്ചതായിട്ടുള്ള നല്ലതായിട്ടുള്ള മികച്ച പ്രകടനം നടത്തുമ്പോൾ, അതായത് നല്ല പ്രകടനം നടത്തുമ്പോൾ കൃത്യമായിട്ട് കുട്ടിക്ക് താല്പര്യമുള്ള സന്തോഷമുള്ളതായിട്ടുള്ള ഒരു ചോദകം നൽകുന്നതിനെയാണ് ധനപ്രബലനം എന്ന് പറയുന്നത്. ഇപ്പൊ കയ്യടി കൊടുക്കുന്നത്, പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കൂട്ടിയ നേടിയ കുട്ടിയെ ടീച്ചർ ക്ലാസ് അടിച്ചു വാരി കുട്ടിക്ക് അഭിനന്ദിക്കുന്നത്, ഇതൊക്കെ നല്ല കാര്യങ്ങളല്ലേ? ഇത്തരത്തിലുള്ള നല്ല കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ കുട്ടിക്ക് സംതൃപ്തി ഉണ്ടാകുന്ന നല്ല രീതിയിലുള്ള ഒരു ചോദകം, ഓക്കെ, നല്ലത് കൊടുക്കുന്നതിനാണ് ഇത് പറയുന്നത് ധനപ്രബലനം അല്ലെങ്കിൽ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അതായത് ധനപ്രബലനം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം ഉണ്ടാകുമ്പോൾ, കുട്ടിയുടെ ഭാഗത്തുനിന്ന് മികച്ച പ്രകടനം നടക്കുമ്പോൾ കുട്ടിക്ക് സംതൃപ്തി ഉണ്ടാക്കുന്ന സന്തോഷകരമായിട്ടുള്ള ഒരു ചോദകം എന്ത് ചെയ്യുന്നു, നൽകുന്നതിനെയാണ് എന്ത് പറയുന്നത്, ധനപ്രബലനം എന്ന് പറയുന്നത്, പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. പരീക്ഷ നല്ല മാർക്ക് നേടിയ കുട്ടിയെ ടീച്ചർ അഭിനന്ദിക്കുന്നത് എന്താണ്, ഒരു ധനപ്രബലനമാണ്. എന്നാൽ ഋണപ്രബലനം അല്ലെങ്കിൽ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് മികച്ച പ്രകടനം നടത്തുന്ന കുട്ടിക്ക്, ഇതും എന്തിനു തന്നെയാണ്, നെഗറ്റീവ് പ്രബലനം നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റും എന്ത് തന്നെയാണ്, മികച്ച പ്രകടനം നടത്തുന്ന കുട്ടിക്കാണ്. ധനപ്രബലനം എന്തിനു തന്നെയാണ്, മികച്ച പ്രകടനം നടത്തുന്ന കുട്ടിക്കാണ്. മികച്ച പ്രകടനം നടത്തുന്ന കുട്ടിക്ക് സംതൃപ്തികരമല്ലാത്ത, ഓക്കെ, അത്ര തന്നെ കുട്ടിക്ക് സംതൃപ്തി നൽകാത്തതായിട്ടുള്ള ഒരു ചോദകം, ഇവിടെ ചോദകം എന്നുള്ള ഒരു പദം പോയതാട്ടാ, ചോദകം പിൻവലിച്ചു കൊടുക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഋണപ്രബലനം എന്ന് പറയുന്നത്. ഒന്നുകൂടി മനസ്സിലാക്കി തരാം. അതായത് കുട്ടിയുടെ ഭാഗത്ത് നല്ലൊരു പ്രകടനം കാഴ്ചവെച്ചു, അപ്പോൾ പിൻവലിക്കുക, കുട്ടിക്ക് കിട്ടേണ്ടിയിരുന്ന, കുട്ടിയിലേക്ക് എത്തേണ്ടിയിരുന്ന അത്ര തന്നെ കുട്ടിയെ സംബന്ധിച്ച് എന്തല്ല, അത്ര ഒരു സംതൃപ്തി ഇല്ലാത്തൊരു കാര്യം, അത് കുട്ടി നല്ല പ്രകടനം നടത്തിയത് കൊണ്ട് എന്ത് ചെയ്യുന്നു, പിൻവലിച്ചു കൊടുക്കുന്നതിനെയാണെന്ന് പറയുന്നത് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. ഇതിന് കേട്ടറ്റ് പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ഉദാഹരണമാണ് എന്ത്, പരീക്ഷയിൽ നല്ല മാർക്ക് നേടിയ കുട്ടിയെ, ഓക്കെ, പരീക്ഷയിൽ നല്ല മാർക്ക് നേടിയ കുട്ടിയെ പരീക്ഷ പേപ്പർ നോട്ട് ബുക്കിലേക്ക് എഴുതുന്നതിൽ നിന്നും ടീച്ചർ എന്ത് ചെയ്തു, ഒഴിവാക്കി നൽകി. പറഞ്ഞ മനസ്സിലായോ? അതായത് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് നേടിയതുകൊണ്ട് കുട്ടിക്ക് എന്തെങ്കിലും കൊടുക്കുകയാണോ ചെയ്തത്? അല്ല. ഓക്കെ, കുട്ടിയിലേക്ക് കിട്ടേണ്ടിയിരുന്ന അല്ലെങ്കിൽ കുട്ടിക്ക് എത്തേണ്ടിയിരുന്ന, കുട്ടിക്ക് സംതൃപ്തികരമല്ലാത്തൊരു കാര്യം എന്ത് ചെയ്തു, പിൻവലിച്ചു കൊടുത്തു. അതിനെയാണ് എന്ത് പറയുന്നത്, ഋണപ്രബലനം എന്ന് പറയുന്നത്. അപ്പൊ പരീക്ഷയിൽ നല്ല മാർക്ക് നേടിയ കുട്ടിയെ പരീക്ഷ പേപ്പർ എഴുതുന്നതിൽ നിന്നും ഒഴിവാക്കി, പിൻവലിച്ചു.
സാധാരണ അങ്ങനെ ഒരു പരിപാടി ഉണ്ടല്ലോ, നമ്മൾ പരീക്ഷ കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ നോട്ട് ബുക്കിൽ എഴുതി കൊണ്ടുവരാൻ പറയും. അപ്പൊ നല്ല മാർക്ക്, ഫുൾ മാർക്ക് നേടിയ കുട്ടിയോട് പറയണ, ആ കുട്ടി എന്ത് ചെയ്യണ്ട, അവരെന്ത് ചെയ്യണ്ട, എഴുതണ്ട. ഇപ്പൊ കുട്ടിക്ക് നമ്മൾ അത് ഒഴിവാക്കി കൊടുക്കുകയാണ് ചെയ്തത്. അപ്പൊ ഇത്തരത്തിൽ കുട്ടിയിലേക്ക് എത്തേണ്ടിയിരുന്ന, അതായത് കുട്ടിയെ സംബന്ധിച്ച് സംതൃപ്തികരമല്ലാത്തൊരു കാര്യമാണ്. ഓക്കെ, അതായത് പരീക്ഷ പേപ്പർ എഴുതുക എന്ന് പറയുന്നത് അത്ര നല്ലൊരു കാര്യമല്ല. ആ ഒരു കാര്യം എന്ത് ചെയ്തു, മികച്ച പ്രകടനം നടത്തിയത് കൊണ്ട് പിൻവലിച്ചു കൊടുത്തു. ഓക്കെ, അപ്പൊ രണ്ടും എന്ത് തന്നെയാണ്, ധനപ്രബലനമായിക്കോട്ടെ ഋണപ്രബലനമായിക്കോട്ടെ, രണ്ടും എന്ത് തന്നെയാണ്, മികച്ച പ്രതികരണങ്ങൾ ഉണ്ടാകുമ്പോൾ, നല്ല രീതിയിലുള്ള പ്രകടനം നടത്തുമ്പോൾ എന്ത് കൊടുക്കുന്നതാണ്, നൽകുന്നതാണ്. അപ്പൊ മികച്ച പ്രകടനം നടത്തുമ്പോൾ ആ കുട്ടിക്ക് സംതൃപ്തികരമായി ഒന്ന് നൽകുന്നതിനെ ധനപ്രബലനം എന്ന് പറയാം. എന്നാൽ കുട്ടിക്ക് അത്ര തന്നെ സംതൃപ്തികരമല്ലാത്തൊരു കാര്യം പിൻവലിച്ചു കൊടുക്കുന്നതിന് എന്ത് പറയാം, ഋണപ്രബലനം എന്ന് പറയാം. ഓക്കെ, ഇനി ഇങ്ങനെ പറയുകയാണെങ്കിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം കൃത്യമായിട്ട് പറഞ്ഞ കുട്ടിയെ അത് എഴുതുന്നതിൽ നിന്നും ഒഴിവാക്കി കൊടുത്തു. ഓക്കെ, അത് എഴുതുന്നത് ഒഴിവാക്കി കൊടുക്കുക എന്ന് പറയുമ്പോൾ എന്താണ്, ഋണപ്രബലനമാണ്. അതായത് പിൻവലിക്കണം. കുട്ടിയിലേക്ക് എത്തേണ്ടിയിരുന്ന ഒരു കാര്യം പിൻവലിച്ചു കൊടുക്കുന്നത് ഋണപ്രബലനവും, എന്നാൽ കുട്ടിക്ക് നൽകുന്നത്, നല്ലൊരു കുട്ടിക്ക് സംതൃപ്തി ഉണ്ടാക്കുന്ന ഒരു കാര്യം നൽകുന്നത് എന്തുമാണ്, ധനപ്രബലനുമാണ്. ഇത് രണ്ടും നൽകുന്നത് എന്തിനാണ്, നല്ല പ്രതികരണം ഉണ്ടാകുകയാണ്. അല്ലാതെ ക്ലാസ്സിലേക്ക് നേരം വൈകി വന്ന കുട്ടിയെ അധ്യാപിക ശകാരിച്ചു, ഇത് ഏതെങ്കിലും പ്രബലനമാകുമോ? ഒന്നുകൂടി പറയാം, ക്ലാസ്സിലേക്ക് നേരം വൈകി വന്ന കുട്ടിയെ അധ്യാപിക ശകാരിച്ചു എന്ന് പറയുമ്പോൾ ഇത് ധനപ്രബലനോ ഋണപ്രബലനോ, ഏതിലാ പെടുക? ഏതിലേക്കും പെടുവോ? ക്ലാസ് റൂമിലേക്ക് നേരം വൈകി വരിക എന്ന് പറയുന്നത് എന്തെല്ലാം, മികച്ച പ്രകടനമല്ല. മികച്ച പ്രകടനങ്ങൾക്കാണ് ഏത് പെടുന്നത്, ധനപ്രബലനവും ഋണപ്രബലനവും നൽകുന്നത്. ഇപ്പൊ ക്ലാസ്സിലേക്ക് നേരം വൈകി വരുന്ന കുട്ടിയെ ശകാരിച്ചു എന്ന് പറയുമ്പോൾ അതെന്തല്ല, ധനപ്രബലനവും ഋണപ്രബലനവും അല്ല. അതെന്താണ്, അതിനെ പറയുന്നതാണ് എന്ത്, ശിക്ഷ, പണിഷ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ മികച്ച പ്രകടനങ്ങൾക്കാണ് മറ്റത് കൊടുക്കുന്നത്, എന്നാൽ ശിക്ഷ എന്ന് പറയുന്നത് എന്താണ്, മികച്ച പ്രതികരണങ്ങൾക്കല്ല, നല്ല കാര്യങ്ങൾക്കല്ല. ഓക്കെ, ക്ലാസ് റൂമിൽ അധ്യാപിക ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ് ഏത്, ശിക്ഷ എന്ന് പറയുന്നത്. എന്നാൽ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ഉപയോഗിക്കാൻ പറ്റുമോ? നിങ്ങളുടെ അഭിപ്രായത്തിൽ ഒരു അധ്യാപികക്ക് ക്ലാസ്സിൽ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ഉപയോഗിക്കാൻ പറ്റുമോ? പറ്റും. എന്താ നിങ്ങളുടെ അഭിപ്രായം? പറ്റും. കാരണം എന്താണ്, ഈ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് നമ്മൾ ഉപയോഗിക്കുന്നത് നല്ല മികച്ച രീതിയിലുള്ള പ്രതികരണങ്ങൾക്കാണ്. മികച്ച രീതിയിലുള്ള പ്രതികരണങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ഉപയോഗിക്കാം, റീഇൻഫോഴ്സ്മെന്റ് ഉപയോഗിക്കാം. ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ ഇതാണ് ആര് പറഞ്ഞത്, അധ്യാപിക ക്ലാസ് റൂമിൽ ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ് ഇത്, ശിക്ഷ. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റും നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ത് ചെയ്യാം, ക്ലാസ് റൂമിൽ ഉപയോഗിക്കാൻ പറ്റും. പോസിറ്റീവ് നല്ല പ്രതികരണം ഉണ്ടാകുമ്പോൾ നല്ലത് കൊടുക്കുന്നത്, എന്നാൽ ക്ലാസ് റൂമിൽ മോശമായ ഒരു പ്രവൃത്തി നല്ല പ്രകടനം കാഴ്ചവെക്കുമ്പോൾ കുട്ടിയിലേക്ക് എത്തേണ്ട, കുട്ടിയെ സംബന്ധിച്ച് സംതൃപ്തികരമല്ലാത്തൊരു കാര്യം പിൻവലിച്ചു കൊടുക്കുന്നതാണ് ഇത്, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. നല്ല രീതിയിൽ അസൈൻമെന്റ് അവതരിപ്പിച്ച കുട്ടിയെ മറ്റൊരു സെമിനാറിൽ നിന്നും കുട്ടിയെ പിൻവലിച്ചു കൊടുത്തു എന്ന് പറയുമ്പോൾ അതെന്താണ്, അത് എഴുതുന്നതിൽ നിന്നും ഒഴിവാക്കി കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആണ്. പിൻവലിച്ചുകൊണ്ട്, ഒഴിവാക്കിക്കൊണ്ട് എന്ത് ചെയ്യാണ്, മോട്ടിവേറ്റ് റീഇൻഫോഴ്സ്മെന്റ് ചെയ്യുകയാണ്. ഓക്കെ ആണല്ലോ? അപ്പൊ ഇതാണ് എന്ത്, ധനപ്രബലനം ഋണപ്രബലനം എന്ന് പറയുന്നത്. അങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുന്നതിന്, ഒരു മികച്ച പ്രകടനം ഉണ്ടാകുമ്പോൾ അത് വീണ്ടും വീണ്ടും ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ചെയ്യുന്ന എന്തിനാണ്, ആ പ്രവർത്തികള് അല്ലെ നല്ല കാര്യം ചെയ്തുകൊണ്ടല്ല, അത് വീണ്ടും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് നൽകുന്നത്, പ്രബലനം നടത്തുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ ഇത്തരത്തിലുള്ള പ്രബലനം നൽകുക, അല്ലെങ്കിൽ പ്രബലന സിദ്ധാന്തം അവതരിപ്പിച്ചത് ആരാണ്? സ്കിന്നർ ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, അവതരിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത്, ലാസ്റ്റ് ആയിട്ട് പറഞ്ഞത് BF സ്കിന്നറിനെ കുറിച്ചാണ്. ലാസ്റ്റ് ആയിട്ട് രണ്ട് വ്യക്തികളെ കുറിച്ച് പറഞ്ഞു, തൊണ്ടേക്കും സ്കിന്നറും. തൊണ്ടേക്കിനെ കുറിച്ച് എന്താ പറഞ്ഞത്, തൊണ്ടേക്ക് എന്ന് പറയുന്നത് ശ്രമപരാജയ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവാണ് ആര്,
തൊണ്ടേക്ക് എന്ന് പറയുന്നത്. തൊണ്ടേക്കിന്റെ ആശയങ്ങൾ ബന്ധ സിദ്ധാന്തം, സംബന്ധിത സിദ്ധാന്തം എന്ന പേരിലോ അറിയപ്പെടുന്നു. പഠനത്തെ സംബന്ധിച്ചുള്ള അനുബന്ധന നിയമങ്ങൾ അവതരിപ്പിച്ചതാരാണ്? തൊണ്ടേക്കാണ്. പ്രശ്നപേടകത്തിലെ പൂച്ച എന്ന് പറയുന്ന പരീക്ഷണം ആരുടേതാണ്? അതും തൊണ്ടേക്കിൻ്റെതാണ്. തൊണ്ടേക്കിന്റെ പ്രാഥമിക പഠന നിയമങ്ങളാണ് ഏത്? സന്നദ്ധതാ നിയമം, ആവർത്തന നിയമം, ഫല നിയമം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ ലാസ്റ്റ് ആയിട്ട് ആരെ കുറിച്ച് പറഞ്ഞു? സ്കിന്നറിനെ കുറിച്ച് പറഞ്ഞു. പ്രവർത്തനാനുബന്ധന സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവാണ് ആര്? സ്കിന്നർ. പ്രതികരണം ചോദകം RS ബന്ധം അവതരിപ്പിച്ചതാരാണ്? സ്കിന്നറാണ്. പ്രബലന സിദ്ധാന്തം റീഇൻഫോഴ്സ്മെന്റ് തിയറി അവതരിപ്പിച്ച സ്കിന്നർ. ഭാഷ, ഇത് വളരെ പ്രധാനപ്പെട്ട വാചിക ചേഷ്ട എന്ന് വിശേഷിപ്പിച്ചത് സ്കിന്നറാണ്. ക്രമീകൃത പഠനം പ്രോഗ്രാംഡ് ലേണിംഗ് എന്ന് പറയുന്ന ബോധന രീതി അവതരിപ്പിച്ചതും ആര് തന്നെയാണ്? സ്കിന്നർ തന്നെയാണ്. ഈ ക്രമീകൃത പഠനം നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ പ്രബലനത്തെ രണ്ടായിട്ട് തരംതിരിച്ചു, ധനപ്രബലനം, ഋണപ്രബലനം. ഇത്രയും കാര്യങ്ങളാണ് ആര് വരുന്നത്? സ്കിന്നർ വരുന്നത്. ഇത്രയുമാണ് നമുക്ക് ആരെ കുറിച്ച് പഠിക്കാനുള്ളത്? ഏത് തിയറിയുമായി ബന്ധപ്പെട്ട്? വ്യവഹാരവാദം എന്ന് പറയുന്ന, ബിഹേവിയറിസം എന്ന് പറയുന്ന തിയറിയുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ഓക്കെ ആണല്ലോ. ചോദകം പ്രതികരണം എന്നതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് പഠനത്തെ കുറിച്ച് അവതരിപ്പിക്കുന്ന ഒരു തിയറിയാണ് ഇത് വ്യവഹാരവാദം എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും 4 വ്യവഹാരവാദികളാണ് വരുന്നത്. ഒന്ന് വാട്സന്, പാവ്ലോവ്, തൊണ്ടേക്ക്, സ്കിന്നർ. വാട്സൺ എന്ന് പറയുന്നത് വ്യവഹാരവാദത്തിന്റെ ഉപജ്ഞാതാവ്. സ്വന്തം മകനായ ആൽബർട്ടിൽ പരീക്ഷണം നടത്തി അദ്ദേഹം പറഞ്ഞൊരു വാചകമാണ് ഇത്: എനിക്ക് ആരോഗ്യമുള്ള 1 ഡസൻ കുഞ്ഞുങ്ങളെ തന്നാൽ അവരെ ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വളർത്തിത്തരാം എന്ന് പറഞ്ഞത് വാട്സൺ ആയിരുന്നു. പിന്നെ പാവ്ലോവിനെ കുറിച്ച് പറഞ്ഞു, പൗരാണിക അനുബന്ധനം, ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്നതിന്റെ ഉപജ്ഞാതാവാണ് ആര്? പാവ്ലോവ് എന്ന് പറയുന്നത്. അദ്ദേഹമാണ് എന്ത് ചെയ്ത് അനുബന്ധനം എന്ന് പറയുന്ന, സൈക്കോളജിയിൽ ആദ്യമായിട്ട് ഇത്തരത്തിലൊരു അനുബന്ധനം എന്ന് പറയുന്ന ഒരു രീതി അദ്ദേഹമാണ് എന്ത് ചെയ്തിട്ടുള്ളത്? അവതരിപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പരീക്ഷണം, പിന്നെ അതേപോലെ തന്നെ തിയറികൾ വിലോപം, പുനഃപ്രാപ്തി, ചോദക സാമാന്യവൽക്കരണം, ചോദക വിവേചനം, ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാ? പഠിച്ചു വെക്കുക. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ഓക്കെ ആണോ? ഇത്രയുമാണ് വ്യവഹാരവാദം എന്ന് പറയുന്ന ഈ ഒരു തിയറിയുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ഓക്കെയാണ്. ഇനി അടുത്ത തിയറിയിലേക്ക് ഇപ്പൊ തൽക്കാലം എന്ത് ചെയ്യുന്നില്ല, കടക്കുന്നില്ല. ഇനി നമുക്ക് പറയാനുള്ളത് സമഗ്രതാവാദമാണ്. അടുത്ത വാദമാണ്, അല്ലെങ്കിൽ തിയറിയാണ് ഇത് സമഗ്രതാവാദം. അത് കഴിഞ്ഞാലാണ് ഇത് ജ്ഞാനനിർമ്മിതി വാദം. ഓക്കെ, അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും എന്നും പ്രതീക്ഷിക്കുന്നു. 7-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. 7-ാം തീയതി വരെ നിൽക്കേണ്ട. നമ്മുടെ സൈറ്റ് എപ്പോഴും എന്ത് ചെയ്യും? ഹാങ് ആയിക്കൊണ്ടേയിരിക്കും. ഇടക്കിടക്ക് എന്ത് ചെയ്യില്ല, ചിലപ്പോൾ അവസാന ദിവസത്തിലൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ അതുവരെ എന്ത് ചെയ്യണ്ട, കാത്തു നിൽക്കേണ്ട. എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. തൽക്കാലം ഇന്നത്തെ ക്ലാസ് എന്ത് ചെയ്യാം, അവസാനിപ്പിക്കാം. ആർക്കെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ അവസാനിപ്പിക്കാം. ഇതിന്റെ മെറ്റീരിയൽസ് ആയിട്ട് എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യാം? PDF നോട്ട്സ് ഉണ്ടാവും കേട്ടോ. ടോപ്പിക് കഴിയുന്നതിനനുസരിച്ച് അയച്ചു തരാം കേട്ടോ. ശരി.